KSRTC സ്വിഫ്റ്റ് ബസിന്റെ ചേസിസ് പൊട്ടുന്ന വിഷയത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെടുന്നു. ചേസിസ് പൊട്ടി കട്ടപ്പുറത്തായ വണ്ടികളുടെ ചേസിസ് മാറ്റിത്തരണമെന്ന് കമ്പനികളോട് KSRTC ആവശ്യപ്പെടും. വിഷയത്തിൽ വാഹന കമ്പനികളോട് ബന്ധപ്പെടാൻ CMDക്ക് നിർദ്ദേശം നൽകി. മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്ന് ഇടപെടുകയായിരുന്നു. സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, സ്വിഫ്റ്റ് ബസ്സുകൾ നിരത്തിലിറക്കിയിട്ട് 4 വർഷമേ ആയുള്ളൂ. ദീർഘദൂര സർവീസിന് ഇപ്പോൾ സ്വിഫ്റ്റ് സർവീസുകളാണ് ഉപയോഗിക്കുന്നത്. ആ പുതുതായി വാങ്ങിയ ബസ്സുകളുടെ ചേസിസ് പൊട്ടി അത് വഴിയിലായി, കട്ടപ്പുറത്തായി എന്നുള്ളത് KSRTCയെ ഇഷ്ടപ്പെടുന്ന സാധാരണ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. സ്റ്റെഫിനാണത് ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ തന്നെ KSRTCയിലെ എംപ്ലോയീസ് യൂണിയനുകൾ അതിൽ ഇടപെട്ടതുമാണ്. ഇപ്പോ ഈ വാർത്ത വെളിച്ചം കാണുമ്പോൾ മന്ത്രി എന്തൊക്കെ ആക്ഷൻ എടുക്കുന്നു? അഭിലാഷ്, ഏതായാലും ഈ വിഷയത്തിൽ ഒരു നടപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും വരികയാണ്. KSRTC CMDയോട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാനും ഒപ്പം തന്നെ ഈ പരാതി ഉയർന്നിരിക്കുന്ന വാഹനങ്ങളുടെ കമ്പനികളുമായി ബന്ധപ്പെട്ട് ആ ചേസിസ് മാറ്റിത്തരണമെന്നൊരു ആവശ്യം അറിയിക്കാനുമാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ വിഷയം മന്ത്രിയുടെ മുമ്പിൽ വന്നതാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആന്റണി രാജു ഗതാഗത മന്ത്രിയും ബിജു പ്രഭാകർ CMDയും ആയിരുന്ന കാലത്താണ് സ്വിഫ്റ്റ് കമ്പനി രൂപീകരിക്കുകയും പുതിയ വാഹനങ്ങളെല്ലാം ഒരു സെക്കൻഡ് സ്റ്റെഫിൻ, ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. കെ ബി ഗണേഷ് കുമാർ, സ്വിഫ്റ്റ് ബസ്സുകൾ പുതിയ ബസ്സുകളാണ്, വാങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ടില്ല. ആ ബസ്സുകളിൽ ചേസിസ് പൊട്ടിയ നിലയിൽ നന്നാക്കാൻ കഴിയാതെ ഇട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്, അതിന്റെ ദൃശ്യങ്ങൾ സഹിതം. എന്ത് നടപടിയെടുക്കുന്നു? മിനിസ്റ്റർ, KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സുകൾ ഇതിന്റെ പുറത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ബേസിക് ആയിട്ടാണ് ഇത് പൊട്ടുന്നത്. അല്ലാതെ ലൈലൻഡ് വണ്ടിയുടെ ചേസസ് അങ്ങനെ പൊട്ടില്ല. എല്ലാവർക്കും ഉണ്ടാക്കുന്ന ലൈലൻഡ് വണ്ടി KSRTCക്ക് വേറെ പ്രൈവറ്റ് ആൾക്കാർ അങ്ങനെ ചേസസ് ഉണ്ടാക്കാറില്ല. ചേസസ് എല്ലാം ഒരേ ക്വാളിറ്റി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് അശാസ്ത്രീയമായിരിക്കണം. അത് പൊട്ടാനുള്ള കാരണം അന്ന് KSRTCയിലെ എഞ്ചിനീയർമാർ കണ്ടെത്തിയത് ലൈലൻഡുകാർ പറഞ്ഞു. അതനുസരിച്ച് അന്നത്തെ 2 വണ്ടിയുടെയും ചേസസ് മാറ്റിത്തരായിരുന്നു. വെൽഡ് ചെയ്യണമെന്ന് ഞാൻ സമ്മതിച്ചില്ല, അത് പറ്റില്ല, വെൽഡൊന്നും ചെയ്ത് വയ്ക്കാൻ പറ്റില്ലത്. ഞാൻ പറഞ്ഞാൽ അതൊന്ന് ചേസസ് മാറ്റണം. അങ്ങനെ ചേസസ് 2 മാറ്റി തന്നു. ഇപ്പോഴീ വാർത്തയിലൂടെയാണ് സ്വിഫ്റ്റിന്റെ മറ്റേ എയർ ബസിന്റെ ഇത് പൊട്ടി എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഒരു ഇപ്പോഴത്തെ പോലെ ബോഡി കോഡൊന്നും വെച്ച് അന്ന് ചെയ്തതല്ല ഇത്. കാരണം ബോഡി കോഡ് ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിച്ച ബോഡി കോഡിലാണ് ഇപ്പം നമ്മൾ. ഓക്കെ, ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്, മുഴുവനായി കേൾക്കുന്നില്ല. മിനിസ്റ്റർ, ഇത് ഈ കമ്പനികൾ റീപ്ലേസ് ചെയ്ത് തരുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? മിനിസ്റ്ററുടെ ടെലിഫോൺ ലൈനിൽ തടസ്സങ്ങളുണ്ട്, കട്ടായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൻ്റെ ക്രക്സ് ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്തിട്ടുണ്ട്. മുമ്പ് താൻ അധികാരത്തിൽ വന്നതിന് ശേഷം 2 ബസ്സുകളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ബസ്സുകളുടെ കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ടെലിഫോൺ ലൈനിലെ പ്രശ്നങ്ങൾ മൂലമാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പോയത്. സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ ബസ്സുകൾ നമുക്കറിയാം, ഈ സ്വിഫ്റ്റ് ബസ്സുകൾ KSRTCയെ അതിൻ്റെ പരമ്പരാഗത രീതികളിൽ നിന്ന് മുക്തമാക്കി കരാർ തൊഴിലാളികളെയൊക്കെ വെച്ച് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആ ഐഡിയ അവതരിപ്പിക്കുകയും നടപ്പാക്കുകയൊക്കെ ചെയ്തത്. KSRTCയുടെ പരമ്പരാഗതമായ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാതെ വാണിജ്യപരമായി മികച്ച നേട്ടമുണ്ടാക്കട്ടെ എന്ന് കരുതിയായിരുന്നു അത് തുടങ്ങിയതൊക്കെ. പക്ഷേ വണ്ടികൾ ചേസസ് പൊട്ടി ഓടാതായി കഴിഞ്ഞാൽ ആ ലക്ഷ്യം നടപ്പാവില്ല. ഇതിപ്പോൾ കുറേ നാളായോ ഇങ്ങനെ തകരാറിനെ തുടർന്ന് ബസ്സുകൾ കട്ടപ്പുറത്തായിട്ട്? അഭിലാഷ്, ഏതാണ്ട് ഈ വാഹനങ്ങൾ നിരത്തിലിറക്കി 1-2 വർഷത്തിനകം തന്നെ ആദ്യത്തെ 1-2 വാഹനങ്ങൾ ഇതുപോലെ തകരാറിലായി. അതാണ് അന്ന് ചേസസ് മാറ്റി വീണ്ടും പുതിയ ചേസുമായി വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയത്. അന്ന് തന്നെ ഈ പ്രാഥമികമായി KSRTCയിലെ എഞ്ചിനീയർമാർ നടത്തിയ ഒരു പരിശോധനയിൽ കണ്ടെത്തിയത് ഈ ചേസസിന് മേളിൽ ബോഡി രൂപകൽപ്പനയിലുണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഇത് താരതമ്യേന മറ്റ് KSRTC ബസ്സുകളെ പോലെയല്ല, ഒരു ഉയർന്ന നിലയിലാണ് ഈ ബോഡികൾ നിർമ്മിക്കുന്നത്. അതിലുണ്ടായ ചില സാങ്കേതികമായ തകരാറൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വളവ് തിരിയുമ്പോഴും വേഗത്തിൽ പോകുമ്പോഴുമൊക്കെ ആ ബോഡി വെയിറ്റ് താങ്ങാനായിട്ട് ആ ചേസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കംപ്ലൈൻ്റ് ആകുന്നത് എന്നുള്ളതായിരുന്നു അന്ന് കണ്ടെത്തിയിരുന്നത്. അത് മന്ത്രി സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ചേസിസ് KSRTCക്ക് വേണ്ടി പ്രത്യേകമായി ഓരോ കമ്പനികൾ നിർമ്മിക്കുന്നതിനല്ല, സ്വകാര്യ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ പല വാഹനങ്ങൾക്കുമെല്ലാം ഇതേ ചേസിസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാകാനുള്ള സാധ്യതയില്ല. ഈ KSRTC സ്വിഫ്റ്റ് ബസ്സിലുള്ള രൂപകൽപ്പനയിലുണ്ടായ ആ ഉയരത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളാകാം ഈ ചേസിസ് നശിക്കാൻ കാരണമായത് എന്നുള്ളതാണ്
പ്രാഥമികമായി വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും അപകടം നടന്നാൽ പോലും സാധാരണഗതിയിൽ ഈ ചേസസ് പ്രശ്നം ഉണ്ടാകാത്തതാണ്. സാധാരണ നമ്മുടെ കാർ എടുത്താലും അല്ലെങ്കിൽ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ആണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഈ ബസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത് ഗൗരവകരമായി തന്നെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൊരു ഇടപെടൽ വേണമെന്ന് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും. ഇപ്പോൾ ഏതാണ്ട് 3-4 വണ്ടി ഇപ്പോൾ പാപ്പനംകോട് സെൻട്രൽ വർക്ക്സ് തന്നെ ഒതുക്കിയിട്ട ഒരു നിലയിലാണ് ഉള്ളത്. ആ വാഹനങ്ങളൊന്നും തന്നെ ഓടാൻ കഴിയുന്നില്ല. ഏതാണ്ട് 3 വർഷം മാത്രമേ ആ വാഹനങ്ങൾ നിരത്തിൽ ഓടിയിട്ടുള്ളൂ. അങ്ങനെ മാത്രമേ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു ഭീമമായ നഷ്ടം KSRTCയെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനങ്ങൾ കേടായത് മൂലം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായൊരു ഇടപെടൽ വേണമെന്നുള്ളത് തന്നെയാണ് തൊഴിലാളി സംഘടനകളും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. അതിലാണ് മാതൃഭൂമി ന്യൂസ് ഇന്ന് രാവിലെ അത്തരത്തിൽ വാർത്ത നൽകിയത്. അതിൽ മന്ത്രിയുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. യെസ്, വിവരങ്ങൾ നൽകുകയായിരുന്നു AK സ്റ്റെഫിൻ.